ഹലോ ഗൈസ്, നമുക്ക് ഒരു ദിവസം കൊണ്ട് അയോധ്യയിൽ പോയി വന്നാലോ? അയോധ്യയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ പോകണം, എവിടെ പോകണം എന്നൊന്നും അറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഫ്ലൈറ്റ് എടുത്താണ് അയോധ്യയിലേക്ക് പോയത്. ട്രെയിൻ എടുത്തും അയോധ്യയിലേക്ക് പോകാം, പക്ഷേ 2-3 ദിവസം എടുക്കും. നിങ്ങൾ ഫാമിലിയുടെ കൂടെ പോകുന്നവരാണെങ്കിൽ AC എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ. ഞങ്ങൾ ആദ്യം തന്നെ പോയത് അവിടുത്തെ രാം ജന്മഭൂമിയിലേക്കാണ്. നമ്മുടെ ശ്രീരാമന്റെ ക്ഷേത്രം അതാണല്ലോ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്ഥലം. അവിടുത്തെ പ്രസാദവും കഴിച്ച് കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്, കൂടുതലായിട്ടും ഈ വളകൾ. അപ്പം നിങ്ങൾ അയോധ്യയിൽ പോവുകയാണെങ്കിൽ അവിടെയുള്ള വളകൾ വാങ്ങാൻ മറക്കണ്ട. പിന്നെ അടുത്ത സ്പോട്ടായ ഹനുമാൻ ഗാർഹിയിലേക്ക് പോയി. അതും ഇവിടുത്തെ ഒരു മെയിൻ സ്ഥലം തന്നെയാണ്. അവിടെ പോയി അവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇവിടെയാണ് കുറച്ചുകൂടി ടൈം എടുത്ത് നമുക്ക് ദർശനം കിട്ടാൻ. എന്നാലും നല്ല അടിപൊളി ദർശനവും കിട്ടി. പിന്നീട് കനക ഭവൻ, ദശരഥ മഹൽ അങ്ങനെയുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും പോയി. പിന്നെ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ സമയമാണ്. ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ രാവിലെ തൊട്ട് ഉച്ചവരെ 1 മണിക്കും അതിനുശേഷം 3 മണി മുതലാണ് ഇവിടുത്തെ ബാക്കിയുള്ള അമ്പലങ്ങളൊക്കെ ഓപ്പൺ ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്യാപ്പിന് ആ ടൈം നമ്മളൊന്ന് റെസ്റ്റ് എടുത്തു. കാരണം നല്ല പൊരിയുന്ന വെയിലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് ഏപ്രിൽ, ഈ ഒരു സമ്മർ സീസണൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക. ട്രാവൽ പ്ലാൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഫുഡിന് വേണ്ടി നിങ്ങൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അവിടെയുള്ള സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യുക. കുറച്ചൊക്കെ ഇതുപോലെ ലോക്കലായിട്ടാണ് ഇതൊക്കെ വിൽക്കുന്നതെങ്കിൽ കൂടി നിങ്ങൾ ട്രൈ ചെയ്യുക മസ്റ്റായിട്ട്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് സരയൂ നദിയുടെ അടുത്താണ്. അവിടെ പോയി നല്ലൊരു സൂര്യാസ്തമയവും കണ്ട് അവിടെ ഈ ഒരു ആരതിയും കത്തിച്ച് ഞങ്ങൾ അവിടുത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ അവസാനിപ്പിച്ചു. അവിടെ നിന്ന് നമ്മുടെ അടുത്ത യാത്ര തുടരാണ്. സോ അത്രയേ ഉള്ളൂ. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ വേറൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം. നിങ്ങൾ മസ്റ്റായിട്ടും കാണണം. എന്തൊക്കെയാണ് ഞങ്ങൾ ഏതൊക്കെ ടൈമിലാണ് പോയത് എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ ആ വീഡിയോ പറയാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ.